സ്വഭാവം ജീവിതത്തിൽ പകർത്തിയെടുത്തിട്ട് നിക്കാഹിന്റെ ദിവസം തങ്ങന്മാര് തന്നെ വേണം. അത് ഏതെങ്കിലും തങ്ങന്മാര് പോരാ. നാട്ടിലും കൊതേ വീട്ടിലും കുടുംബത്തിലും അറിയപ്പെട്ട തങ്ങളാകണം, അറിയപ്പെട്ട മുസ്ലിയാരാകണം, അറിയപ്പെട്ട ശൈഖാകണം, കണ്ടാലാരും നോക്കിപ്പോകുന്ന ആലിമാകണം, എല്ലാരും ബഹുമാനിക്കുന്ന ആളാകണം. ഏത് നിക്കാഹ് ചെയ്യാനാണ് എന്നറിയോ? വിവാഹത്തിന്റെ പേരിൽ മൈലാഞ്ചി എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇഞ്ചിന്നോ പേരിട്ടിട്ട് വിവാഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ ചെയ്തിട്ട് ഏതൊക്കെയോ ആലിമീങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റിയിട്ട് ബറക്കല്ലാഹു ലക്കുമാന്ന് ദുആ ചെയ്താൽ അതോടുകൂടെ എല്ലാ തെറ്റും മറന്നുപോകുന്നാണോ പെങ്ങളെ മനസ്സിലാക്കിയത്? ചെറുപ്പക്കാരാ, നീ ചിന്തിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച സുന്നത്തിലെ വിവാഹം എങ്ങനെയാണ് എന്നറിയോ? നിക്കാഹ് കഴിയാതെ അവളെ തൊടാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല, കൈ പോലും പിടിക്കാൻ അനുവദിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. പിന്നെയല്ലേ അവളെ കയ്യിൽ വളയിട്ട് കൊടുക്കല്, പിന്നെയല്ലേ കഴുത്തിൽ മാല ധരിപ്പിച്ചു കൊടുക്കല്. നിക്കാഹ് കഴിയാത്ത പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുമ്പോഴേക്ക് മോതിരം പോലും ഇട്ട് കൊടുക്കാതെ ഭർത്താവിന്റെ കൈ കൊണ്ട് അല്ലെങ്കിൽ പുതുമാരനാകാൻ പോകുന്നവന്റെ കൈ കൊണ്ട് ഒരു മോതിരം ധരിപ്പിക്കാതെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്ന ചിന്ത എന്ത് ഇസ്ലാമാണോ നീ പറയുന്നത്? പിന്നെ എന്തിനാണോ നീ തങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചത്? എന്തിനാണ് നീ ആലിമീങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചത്? അവരെ നിന്ദിക്കാനാണോ? ആലിമീങ്ങളെ ഏകേറ്റാനാണോ? സയ്യിദന്മാരെ കുറ്റപ്പെടുത്താനാണോ? അവരെ സമൂഹത്തിനിടയിൽ മോശമാക്കി കാണിക്കാനാണോ? ഇസ്ലാം പറയുന്ന വിവാഹം ഇതല്ല, ഇസ്ലാം പഠിപ്പിച്ച വിവാഹം അതല്ല. ഇസ്ലാം അംഗീകരിച്ച് ഞങ്ങൾക്കൊക്കെ വിന്തി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം പറയുന്ന വിവാഹമില്ലേ? ആ വിവാഹത്തിൽ ഒരിക്കലും നിക്കാഹ് കഴിയുന്നത് തൊടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, കാണാൻ ഒരു വട്ടല്ലാതെ അനുവദിച്ചിട്ടില്ല. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് എന്ന് കരുതിയിട്ട് ബസ്സിൽ പോകുമ്പോൾ അവളെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാരാ, നീ കെട്ടു എന്നതിന്റെ പേരില്, വിവാഹം കഴിക്കും എന്നതിന്റെ പേരില് കോളേജുകളുടെ പുറത്തു പോയി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, നീ കഴിക്കുന്ന വിവാഹം ആരുടെ വിവാഹമാണ്? ഏത് ഇംഗ്ലീഷുകാരന്റെ ചര്യയാണ്? ആ വിവാഹം കഴിയുന്നത് വരെ നിനക്കതങ്ങ് തുടരലാണ് നല്ലത്. നബിതങ്ങളെ സുന്നത്തിന്റെ പേരിൽ ഇത്തരം തോന്നിവാസങ്ങൾ ഒരു മുസ്ലിമിന് ഇസ്ലാമിൽ അംഗീകാരമില്ല. ഇസ്ലാമല്ലാത്ത മറ്റേതോ മതക്കാരന്റെ ആചാരങ്ങൾ കോപ്പിയടിക്കുന്നതിന് തങ്ങന്മാരാവശ്യമില്ലല്ലോ, ആലിമീങ്ങൾ ആവശ്യമില്ലല്ലോ. അത് വലിയ പവർ പറയാനാ മുസ്ലിയാര്? അത്തങ്ങളാ നിക്കാഹ് ചെയ്തത്, അമ്മൂലിയാരാ നിക്കാഹിന് വന്നത്. അയാളാണ് ആദ്യം തന്നെ പ്രസംഗിച്ചത്, അയാളാണ് പ്രസംഗിച്ചത്, അയാളാ ഖുതുബോദിയത്, അയാളാ ദുആ ചെയ്തതെന്ന്. ആർക്കാടോ നിന്റെ ദുആ വേണ്ടത്? ഞങ്ങൾ ദ്വാരക്കുന്നത് ആരോടാണ്? മുസ്ലിയാര് ദ്വാരക്കുന്നത് ആരോടാണ്? ഇംഗ്ലീഷുകാരനോടാണോ? ഏതെങ്കിലും പാശ്ചാത്യൻ ചിന്തക്കാരനോടാണോ? അല്ല, അള്ളാഹിനോടാണോ? അള്ളാഹിനോടാണെങ്കിൽ അവൻ ഇഷ്ടപ്പെടാത്ത പണിയെടുത്തിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറയുന്നതിന് എന്തർത്ഥമാണ് മുസ്ലിമേ?